മുഅ്മിനീങ്ങളെ, ഒരു ദിവസം പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം അരികിലൂടെ പോവുകയുണ്ടായി. ആ സമയത്ത് ഒരു മനുഷ്യൻ കരയുന്നത് കാണാനിടയായി. മൂസാ നബി അലൈഹിസ്സലാം അതിലൂടെ കടന്നുപോയി. തിരിച്ചു വരുന്ന സമയത്തും ആ മനുഷ്യൻ അവിടെ നിന്ന് കരയുക തന്നെയാണ്. ഇത് കണ്ട മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കരയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ്. നാളത്തെ എന്റെ ഹിസാബിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, എന്റെ ഖബറിലെ ശിക്ഷയെ കുറിച്ച് ഞാൻ ഭയന്നുകൊണ്ടാണ് കരയുന്നത്. ഇത് കേട്ട സന്ദർഭം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ, ഈ മനുഷ്യൻ നിന്റെ വയറ് നിന്നെ ഭയന്നുകൊണ്ടാണ് കരയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഈ മനുഷ്യന് പുറത്തു കൊടുക്കാൻ കഴിയില്ല. എന്താണ് മനുഷ്യരെ അതിനുള്ള കാരണം? അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മനുഷ്യന്റെ ഇസ്തിഗ്ഫാർ അദ്ദേഹത്തിന്റെ നാവിലൂടെ മാത്രമാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് മാത്രമാണ്. അതിലുള്ള ഖേദം അദ്ദേഹത്തെ മനസ്സിലില്ല. ഇതല്ലേ മനുഷ്യരെ നാം ഓരോരുത്തരും ഇന്ന് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമാമിനോടൊപ്പം നാം ഓരോരുത്തരും ആദികൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നോ, അതെന്തിനു വേണ്ടിയാണോ നമ്മൾ ചൊല്ലുന്നത് എന്നുള്ള വിഷയത്തിൽ നാം ഓരോരുത്തരും ബോധവാന്മാരല്ല. എന്റെ മുഅ്മിനീങ്ങളെ, നാം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.